അപ്പോൾ ഈ സൈഡിലെ പ്ലംബിങ്ങിൻ്റെ ലൈന് കംപ്ലീറ്റ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാമ്പർ വരും കേട്ടോ. നമ്മൾ ഈ ചാമ്പർ റെഡിമെയ്ഡ് വെക്കുന്നില്ല, നമ്മൾ ബേസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്യണം. കാരണം റെഡിമെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഈ 5 ഒക്കെ വരുന്ന സമയത്ത് ക്യാപ്പ് ഇട്ട് അടക്കേണ്ട ഒരു ഇത് വരും. അങ്ങനെ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആ കൈയോടെ ചാമ്പർ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റായി പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ചാമ്പറും അതേപോലെ ആ ഭാഗത്തൊരു ചാമ്പറാണ് വരുന്നത്. അവിടെ വരുമ്പോൾ 5 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങോട്ട് സെപ്പി ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യും കേട്ടോ. അവിടെ നിന്ന് മാത്രം പൈപ്പ് 5 ഇഞ്ചാവും. അവിടെ ഒരു മെയിൻ ചാമ്പർ വരും, ഇവിടെ ഒരു ചാമ്പർ വരും. ഇവിടെ മൊത്തം 4 ഇതിൽ നിന്ന് വരുന്നതാണ്. അതായത് 3 ബാത്റൂമിൻ്റെയാണ്, 1 2 മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ബാത്റൂമിൻ്റെയാണ് വരും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൈപ്പ് നിലവിൽ നിർത്തി വെച്ചിട്ടുള്ളൂ. അത് ഇനി കട്ട് ചെയ്ത് ലെവലാക്കണം. അപ്പോൾ ചാമ്പർ കെട്ടുന്ന സമയത്ത് കറക്റ്റ് സ്ലോപ്പിൽ നോക്കിയിട്ട് അത് ലെവലാക്കി ഇടും കേട്ടോ. അത് ചില സമയത്ത് നമുക്ക് 2 സൈഡിൽ 45 ഇടും. അപ്പോൾ 45ൻ്റെ ലെവൽ നോക്കിയിട്ട് ഞാൻ ഇടും. അത് ചെയ്യുന്ന സമയത്ത് എന്താ ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് വേസ്റ്റ് വെള്ളത്തിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇവിടുത്തെ മുകളിൽ നിന്ന് വരുന്ന ഈ ബാത്റൂമിൽ ഇങ്ങനെ ഇട്ടുണ്ട് കേട്ടോ. ഞാൻ അത് ഓവർലാപ്പ് ചെയ്തിട്ട് ഈ സൈഡ് കൂടി കൊടുത്തിട്ട് ഇവിടുന്ന് നേരെ അവിടെ റിങ് വരുന്ന അതിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ.